അല്ല ഫ്രണ്ട്സ്, മാസ് സിലിണ്ടർ കംപ്ലൈൻ്റ് ആയിട്ട് വന്ന വണ്ടിയാണ് കേട്ടോ. മാസ് സിലിണ്ടർ കംപ്ലൈൻ്റ് ആയിട്ട് ഒട്ടും തന്നെ ബ്രേക്കില്ല, പെഡലിൽ കാലി ചവിട്ടുമ്പോൾ ചുമ്മാ താന്നു പോകാൻ കേട്ടോ. അപ്പോൾ ആ മാസ് സിലിണ്ടർ പുതിയത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതിന് 5000 രൂപ 6000 രൂപ വിലയാവുമെന്ന് പറഞ്ഞു. അപ്പോൾ കസ്റ്റമർ പറഞ്ഞു ആ ഒരു പൈസയ്ക്ക് മാസ് സിലിണ്ടർ മേടിക്കാനുള്ള സാമ്പത്തിക ഭദ്രത ഇപ്പോൾ നിലവിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ മാസ് സിലിണ്ടർ അങ്ങ് അഴിച്ച് പീസാക്കി കഴിഞ്ഞപ്പോൾ 10,000 രൂപ താഴെ നമുക്ക് നിസ്സാര വിലയ്ക്ക് നമുക്ക് കിറ്റ് കിട്ടും, മാസ് സിലിണ്ടർ കിറ്റ് കിട്ടി കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ പീസാക്കിയിട്ട് അടിപൊളിയായിട്ട് വാഷ് ചെയ്ത് എടുത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മാസ് സിലിണ്ടർ റെഡിയായി. ഈ സാധനം കണ്ടോട്ടോ, ഈ മാസ് സിലിണ്ടർ അടിച്ചിട്ട് ഈ ആ ബുഷ് അടിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പിസ്റ്റണും സ്പ്രിങ്ങും ഒക്കെ ഊരി കഴിയുമ്പോൾ കണ്ടോ അതിൻ്റെ ഉള്ളിൽ ഫുള്ള് കച്ചറ പിടിച്ച് ഫുള്ള് കരിയോയിൽ പോലെയാണ്. സത്യം പറഞ്ഞാൽ ഇതിനകത്തൊക്കെ ബ്രേക്ക് ഫ്ലൂയിഡ് പമ്പ് ചെയ്യണ സംഭവമാണ്. അതിനകത്ത് ഈ ബ്രേക്ക് ഫ്ലൂയിഡിന് വരെ കരിയോയിൽ പോലെ ഇരിക്കുമായിരുന്നു. ബ്രേക്ക് ഫ്ലൂയിഡ് ഒരുപാട് നാളായിട്ട് ഇങ്ങനെ കിടന്ന് കച്ചറയായി ബ്രേക്ക് ഒട്ടും കിട്ടാതെ ആയിപ്പോഴാണ് ഈ സാധനം ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എന്തായാലും വണ്ടി എല്ലാ സാധനം അഴിച്ചെടുത്ത് ഊരി വേറെ സാധനം കയറ്റി കഴിഞ്ഞപ്പോൾ റെഡി ആയിട്ടോ.